ഈ ഒരു ബസ്സിലേക്ക് നമ്മൾ വാഗമണിലേക്ക് ഉല്ലാസയാത്ര പോവുകയാണ്. വെളുപ്പിന് 4 മണിക്കാണ് കേട്ടോ നമ്മുടെ ബസ് വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഒത്തിരി പേരുണ്ടായിരുന്നു. ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡിലാണ് കേട്ടോ പോയത്. ദേവജിത്ത് ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കമായിട്ടുണ്ട്. ഒട്ടും ഉറക്കമില്ലാണ്ട് നമ്മുടെ ദക്ഷു അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയും തിരികെ എത്തുന്നത് വരെയും ഇതേപോലെയാണ് ഇരുന്നത് കേട്ടോ. ദേവജിത്ത് ആ സമയത്ത് ഭയങ്കര ഉറക്കത്തിലായിരുന്നു. ഈ ഒരു യാത്ര പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്, കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോയതുകൊണ്ട്. പക്ഷെ ഭയങ്കര കംഫർട്ടായിരുന്നു നമ്മുടെ KSRTCയിലെ യാത്രയെന്ന് പറഞ്ഞാൽ. നമ്മുടെ വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു യാത്ര ഉണ്ടായത്. ഞങ്ങളുടെ ഫാമിലിയും പിന്നെ അച്ഛൻ്റെ ഒരു പഴയ ഫ്രണ്ടും ചേർന്നിട്ടാണ് നമ്മൾ യാത്ര ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത് കേട്ടോ. നമ്മുടെ പ്രൈസ് വന്നിട്ട് 900 രൂപയായിരുന്നു ഒരാൾക്ക് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് 5 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളേ. ഭയങ്കര ഫുഡിൻ്റെ കാര്യമായാലും നമുക്ക് ബാത്റൂം ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുന്നതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഭയങ്കര സുഖമായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മളെ ഫുഡ് കഴിക്കാനും അതുപോലെ വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ നമുക്ക് തന്നത് കേട്ടോ. അതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ KSRTC ബസ്സിലെ കണ്ടക്ടറായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ്റെ പേര് ഞാൻ എന്തോ മറന്നുപോയി. ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു നമ്മൾ. നല്ല മൈക്കൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി ഒക്കെയാണ് പോയത്. പോകുന്ന വഴിക്ക് മൊത്തം ഇതുപോലെ മോർണിംഗ് ഗ്ലോറി ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഒത്തിരി നാളിന് ശേഷമായിട്ടാണ് കേട്ടോ നമ്മൾ അച്ഛനോടൊപ്പം ടൂറ് പോകുന്നത്. അമ്മയോടൊപ്പം ഇടയ്ക്കൊക്കെ പുറത്ത് പോകാറുണ്ടെങ്കിലും അച്ഛനോടൊപ്പം ഇപ്പോൾ കുറേ നാളിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വാഗമണ്ണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൈഫോയ്ഡ് ടീ ഫാക്ടറിയിലേക്കൊക്കെ പോകുന്നൊരു വഴിയാണിത്. ഇങ്ങനെ തേയിലത്തോട്ടം നന്നായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞു തന്നത് ഈ ഒരു തേയിലയാണ് ഭയങ്കര ബെസ്റ്റ് എന്നൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഒരുപാട് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ തന്നു. നമ്മൾ നമുക്ക് പോകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു ടൂർ കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ടീമായിരുന്നു ഈ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ. നമ്മൾ ഫസ്റ്റ് പോയത് ഇതുപോലൊരു ടോപ്പിന് മുകളിലേക്കാണ് കേട്ടോ. നമുക്കിങ്ങനെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ്. ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ. എന്തോ മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ക്ലോസ്ഡ് ആണ്. പിന്നെ ഒരു റോക്കറ്റ് പോലൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിലൊന്നും കയറിയില്ല. ഇങ്ങനെ ജസ്റ്റ് മുകളിലേക്ക് വന്നിട്ട് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഭയങ്കര ഭംഗിയൊക്കെ തന്നെയാണ്. നമ്മുടെ പൊന്മുടിയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. അതേപോലെയൊക്കെ ഒരു ഫീൽ തന്നെ തോന്നിയത്. എങ്ങും കുറേ മലയും കുന്നും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. അത് പക്ഷേ ഇപ്പോൾ ഓപ്പൺ അല്ല. അതിലെനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ, പക്ഷെ അതെന്തായാലും നടന്നില്ല. ഇതിന് മുകളിൽ കയറിയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടത്. ഞാൻ പറഞ്ഞ റോക്കറ്റ് എന്ന് പറയുന്ന സംഭവമാണ് അതിൻ്റെ അടുത്തുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോയത്. അവിടെ കുറച്ച് സംഭവങ്ങൾ ഇതുപോലെയൊക്കെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ദേവജിത്തിനെയും ദക്ഷജിത്തിനെയും ഇതുപോലൊരു പാർക്കിലൊക്കെ കയറ്റി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നല്ല ചാർജാണ് ഈ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോൾ. ഭയങ്കര ചാർജാണ്. ഒരു 10 മിനിറ്റത്തേക്ക് അങ്ങനെയാണ് 450 രൂപ എന്തോ വാങ്ങിയത് കേട്ടോ. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പിള്ളേർക്കൊക്കെ ഭയങ്കര നഷ്ടമാണ്. മാക്സിമം എൻജോയ് ചെയ്യുന്ന പിള്ളേർക്ക്, അതായത് ഏജ് ലിമിറ്റ് ഉണ്ട്. ഏജിന് മുകളിലേക്കാണെങ്കിൽ ഭയങ്കര പൈസയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ നിന്ന് കയറാതിരിക്കാനാണ് കേട്ടോ ബെസ്റ്റ്. കാരണം നമ്മൾ മേളയ്ക്കൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ട് ഒത്തിരി നേരം കളിക്കില്ലേ. അപ്പോൾ അതൊക്കെ തന്നെ. പിന്നെ പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൽ എല്ലാത്തിലൊക്കെ ഒന്ന് കയറ്റി നമ്മൾ വിട്ടു. നമ്മുടെ ചേച്ചിയുടെ മോളുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞ കൂട്ടിന് ഭയങ്കര ഫീസായിരുന്നു ഇവിടെ. നമുക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് അല്ല കേട്ടോ. 500 ഒക്കെയാണ് കാർ റേസിങ്ങിനൊക്കെ അവർ പറയുന്ന റേറ്റ്. പിന്നെ ഇതുപോലെ സോക്സും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഇതിനുള്ളിലേക്ക് കയറ്റുന്നത്. കുഴപ്പമില്ലായിരുന്നു. കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഒരു മൂലയ്ക്കിരുന്ന് ഒരു 15 മിനിറ്റോളം മാക്സിമം ഇതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് പോയി. കാരണം അടുത്ത് നമുക്ക് മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഈ 900 രൂപയ്ക്കകത്ത് നമ്മുടെ ഫുഡ്, ഒരു നേരത്തെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമുക്ക് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഞാൻ വെജിറ്റബിളാണ് കേട്ടോ എടുത്ത് കഴിച്ചത്. പിന്നെ നമ്മൾ പറയാണ്ട് നമ്മളെ കുട്ടികൾ ടിക്കറ്റ് എടുക്കാതെ പോകുന്ന കുട്ടികളുണ്ടല്ലോ, 5 വയസ്സിന് താഴേക്കുള്ള പിള്ളേർക്കാണെങ്കിൽ ഫുഡ് എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിച്ചോണം. അതിൽ നമ്മുടെ ഈ ഒരു കോംബോയ്ക്കകത്ത് അത് ഇൻക്ലൂഡ് അല്ല കേട്ടോ. കുട്ടികൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ഫുഡ് പിന്നീട് പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കണം. എന്തായാലും ചേട്ടനും അനിയനും കൂടെ തകൃതിയായി അവിടെ നടക്കുകയാണ്, കളിക്കുകയാണ്, ഫുട്ബോൾ എറിയുകയാണ്, എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട്. കിടന്ന് ഉരുണ്ടുമൊക്കെ എണീക്കുകയാണ്. എന്തായാലും ഫുട്ബോളിനോടൊരു പ്രിയമുണ്ടെന്ന് ഈ ഒരു ഇത് കണ്ടപ്പോൾ തോന്നി.
തോന്നി. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഗെയിംസ് ആക്ടിവിറ്റീസിൽ കുട്ടികളിങ്ങനെ ആവുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഒരിക്കലും നമുക്കതിലോട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് വിടാനായിട്ട് താല്പര്യമില്ല. താല്പര്യമുണ്ടെങ്കിൽ, അതായത് കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ആ ഒരു ഫീൽഡിലേക്ക് പോട്ടെ എന്നാണ് കേട്ടോ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാലും പുള്ളിക്കാരൻ്റെ ആഗ്രഹം ഏതെങ്കിലും ഒരു ഇതുപോലെ ഗെയിംസോ സ്പോർട്സോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ചെങ്കിലും ഒരു കുട്ടികൾക്ക് ഒരു ആക്റ്റീവ്നെസ് ഉണ്ടാവണം എന്നതാണ്. പുള്ളിക്കാരൻ നന്നായിട്ട് ഇതുപോലെ ഗെയിംസും കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് കേട്ടോ. ഒത്തിരി കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടും ഈ ഒരു വീഡിയോയിൽ ഞാൻ പുള്ളിക്കാരനെ പുകഴ്ത്തുന്നതല്ല കേട്ടോ. അത്യാവശ്യം എന്നെക്കാളും നല്ല നോളജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പേര് അജിത്ത് എന്നാണ് കേട്ടോ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുള്ളിക്കാരൻ വന്നിട്ട് ആർമിയിലാണേ. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ പൈൻ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്തു. ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ മോള്, ആരതി എന്നാണ് കേട്ടോ പേര്. പിന്നെ അറിയാമല്ലോ എൻ്റെ മോൻ ദേവജിത്ത് എവിടെ ഉണ്ടെങ്കിലും എൻ്റെ വിക്രമാദിത്യനും വേതാളവും പോലെയാണ് ഞങ്ങൾ പോകാറുള്ളത്. ഇപ്പോൾ ദക്ഷ് വന്നപ്പോൾ അവനെ കൂടെ കൂട്ടിയാണ് പോകാറുള്ളത്. പിന്നെ നമ്മൾ മൊട്ടക്കുന്ന്, പിന്നെ നമ്മളൊരു കുരിശുപള്ളി ഒക്കെ നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്തു. ആ ഒരു പള്ളി ഏതോ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട് കേട്ടോ, കുഞ്ചാക്കോ ബോബൻ്റെ. ഞാൻ പേര് മറന്നുപോയി. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഇതുപോലെ കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയതൊരു നല്ല കാലാവസ്ഥയിലായിരുന്നേ. മൊട്ടക്കുന്നിലൊക്കെ കയറുമ്പോൾ ഭയങ്കര വെയിലുണ്ടാവുമെന്നാണ് നമ്മളെ കണ്ടക്ടർ പറഞ്ഞിരുന്നത്. അവിടെ കൂടി പോയാലൊരു 5 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പോയ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് സെറ്റായതുകൊണ്ട് നമ്മളിൽ പോയ ആൾക്കാർ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തേ. ഞാൻ പോയില്ല കേട്ടോ, കുട്ടി ഉറക്കമായതുകൊണ്ട് ഞാൻ ബസ്സിൽ തന്നെ ഇരുന്നു. പിന്നെ ഈ കൂട്ടത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയാണ് ടൂറ് പോയത്. അച്ഛമ്മ ഒത്തിരി നാളിന് ശേഷമാണ് ഞങ്ങളോടൊപ്പം ടൂറ് വരുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ അച്ഛൻ്റെ പഴയ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോകാൻ പറ്റിയതിൽ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ഫ്രണ്ടിനുമായിട്ട് കൂടെ ഇതുപോലൊരു യാത്ര പോയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പഴയ കാലങ്ങളൊക്കെ തിരികെ വന്നതുപോലെയൊക്കെ ആയിരുന്നു അച്ഛൻ്റെ ഒരു പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ. വാവച്ചി നല്ല രീതിക്ക് എൻജോയ് ചെയ്തു കേട്ടോ. ദക്ഷുവിനെ പോലെ തന്നെയാണ് വാവച്ചിയും. അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഉറക്കമേ ഇല്ലാതിരുന്നു. ദക്ഷു ലാസ്റ്റൊക്കെ ആയപ്പം നമ്മുടെ സോങ് നമ്മുടെ വിജയുടെ അപ്പടി പോട് ആ സോങ് ഉണ്ടല്ലോ, അതിന് പിള്ളേരോടൊപ്പം താളം തുള്ളലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു. ഏറ്റവും കൂടുതൽ ബസ്സിലെല്ലാവരും പറഞ്ഞതേ ഈ ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, അതായത് ഈ 1 വയസ്സിന് താഴെ 1 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ബസ്സുകാരെല്ലാവരും ഭയങ്കര അതിശയത്തോടു കൂടി നിന്നു കേട്ടോ. എങ്ങനെ ഈ കുട്ടീനെ കൊണ്ട് ഈ ഒരു ബസ്സിൽ യാത്ര വരുന്നു എന്ന് വെച്ചിട്ട്. അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ദക്ഷിന് കൂട്ടായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ വെഞ്ഞാറമൂട്ടിൽ ഒരു 11 മണിയോടൊപ്പം എത്തി കേട്ടോ. നമ്മൾ ട്രിപ്പൊക്കെ അവസാനിച്ച് നമ്മൾ കാറിൽ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ചെടുത്ത ഫോട്ടോസ് ഷെയർ ചെയ്യുകയാണ്. ഒത്തിരി ദിവസമായി നമ്മൾ ടൂറ് പോയിട്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ എൻ്റെ നിന്ന് മിസ്സായി കേട്ടോ. ഉള്ള കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് അടിപൊളിയായിരുന്നു നമ്മുടെ വാഗമൺ യാത്ര കേട്ടോ. ഇനിയും ഇതുപോലെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം യാത്ര പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം.